തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നാമനിർദ്ദേശ പത്രിക നൽകാനുള്ള സമയം ഇന്ന് 3 മണിയോടെ അവസാനിച്ചു. അവസാന നിമിഷവും പത്രിക സ്വീകരിക്കുന്ന കേന്ദ്രങ്ങളിൽ സ്ഥാനാർത്ഥികളുടെ തിരക്കായിരുന്നു. ഔദ്യോഗിക സ്ഥാനാർത്ഥികൾക്ക് പുറമെ പലയിടത്തും വിമതരും പത്രിക സമർപ്പിക്കാനെത്തി. തിങ്കളാഴ്ച വരെയാണ് പത്രിക പിൻവലിക്കാനുള്ള സമയം. ചിലർ നേരത്തെ തന്നെ സ്ഥാനാർത്ഥിത്വം ഉറപ്പിച്ചതാണെങ്കിലും പത്രിക നൽകാൻ അവസാന നിമിഷം വരെ കാത്തുനിന്നു. സ്ഥാനാർത്ഥി പട്ടികയുമായി പാർട്ടി നേതാക്കളും പരിവാരങ്ങളും കൂട്ടത്തോടെ. മറ്റു ചിലർ ആശയക്കുഴപ്പത്തിലായിരുന്നു. മത്സരിക്കണോ വേണ്ടയോ? നേതാക്കളുമായുള്ള ചില്ലറ അസ്വാരസ്യങ്ങളൊന്ന് തീരുമെന്ന് പ്രതീക്ഷിച്ച് കാത്തിരുന്നവരും ഒടുവിൽ നിരാശരായവരും വിമതരായി പത്രിക നൽകാനെത്തി. അങ്ങനെ പത്രിക നൽകാനുള്ള അവസാന ദിവസം ആകപ്പാട് ജഗപുക. മുന്നണിയിൽ പാർട്ടികൾ തമ്മിൽ പ്രശ്നം, പാർട്ടിയിൽ നേതാക്കൾ തമ്മിൽ പ്രശ്നം. അമ്പലപ്പുഴയിൽ കോൺഗ്രസ് ഏകപക്ഷീയമായി സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തിയെന്ന് മുസ്ലിം ലീഗിന് പരാതി. ഒടുവിൽ ജില്ലാ പഞ്ചായത്തിലേക്ക് കോൺഗ്രസിന്റെ AR കണ്ണനും ലീഗിന്റെ അൽത്താഫ് സുബൈറും അവസാന നിമിഷം പത്രിക നൽകി. വയനാട് ജില്ലാ പഞ്ചായത്തിലേക്ക് കോൺഗ്രസ് സീറ്റ് നൽകാത്തതിനെ തുടർന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി ജഷീർ പള്ളിവയൽ സ്വന്തം നിലയ്ക്ക് പത്രിക നൽകി. സ്വാഭാവിക നീതി പാർട്ടിയിൽ നിന്ന് ലഭ്യമായിട്ടില്ല എന്ന് പറയുന്നില്ലെങ്കിൽ പോലും പാർട്ടിക്കകത്ത് നിന്ന് 1-2 ആളുകളുടെ താല്പര്യങ്ങൾക്കനുസൃതമായി നാട്ടിൽ നിന്നും നമ്മളെ മാറ്റി നിർത്തപ്പെടുന്ന ഒരു സാഹചര്യം വരുന്നു എന്ന് മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ നോമിനേഷൻ സമർപ്പിച്ചിരിക്കുന്നത്. കോഴിക്കോട് നാദാപുരത്ത് ഒരേ വാർഡിൽ LDFന്റെ ബാനറിൽ 2 പേരാണ് പത്രിക നൽകിയത്. നാദാപുരം 1-ാം വാർഡിലാണ് CPIM-ഉം CPI-യും മത്സരിക്കുന്നത്. മുന്നണി ധാരണ പ്രകാരം CPIക്ക് നൽകിയതാണ് ഈ സീറ്റ്. എന്നാൽ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കില്ലെന്നാണ് CPIM ഇപ്പോൾ പറയുന്നത്. തൃശൂർ പുത്തഞ്ചിറയിൽ പത്രിക നൽകാനെത്തിയ 2020 സ്ഥാനാർത്ഥി വിജയലക്ഷ്മി സാങ്കേതികത്വത്തിന് മുന്നിൽ പൊട്ടിക്കരഞ്ഞു. വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ അനുകൂല ഉത്തരവുണ്ടായിരുന്നെങ്കിലും 5-ാം തീയതി സമയം അവസാനിച്ചെന്ന് പറഞ്ഞ് അധികൃതർ മടക്കി അയക്കുകയായിരുന്നു. നമുക്ക് കോടതിയുണ്ട്, എല്ലാവരും നമുക്ക് എതിർക്കാൻ സാധിക്കില്ല. എല്ലാ അനീതിക്കും ഒരു അറുതിയുണ്ട്. പത്രിക പിൻവലിക്കാൻ തിങ്കളാഴ്ച വരെ സമയമുണ്ട്. തർക്കങ്ങളും പിണക്കങ്ങളും തീർത്ത് വിമതശല്യവും പാളയത്തിലെപ്പോഴും ഒഴിവാക്കണമെന്ന പ്രതീക്ഷയിലാണ് നേതാക്കൾ ഇപ്പോഴും. പറഞ്ഞിട്ട് കേട്ടില്ലെങ്കിൽ അച്ചടക്ക വാളെന്ന് മുന്നറിയിപ്പ്. 24-ാം തീയതി വൈകുന്നേരം 3 മണി കഴിഞ്ഞാൽ പിന്നെ കഴിയുന്ന റിവലുകൾ ഉണ്ടാവില്ല. ഇനി ആരെങ്കിലും റിവലായിട്ട് നിൽക്കുകയാണെങ്കിൽ അവർ പാർട്ടിക്കകത്ത് ഉണ്ടാവില്ല. സൂക്ഷ്മ പരിശോധനയ്ക്കും പത്രിക പിൻവലിക്കലിനും ശേഷം തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അന്തിമ സ്ഥാനാർത്ഥി പട്ടിക പ്രസിദ്ധീകരിക്കുന്നതോടെ മത്സരചിത്രം തെളിയും. ന്യൂസ് ഡെസ്ക് 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.